രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 183ാമത്തെ എപ്പിസോഡാണ് അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്കാണ് രാധയുടെ പ്രണയം. ബുധനാഴ്ചയാണ് പ്രശസ്തമായ ശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്. വ്യാഴാഴ്ചയാണ് നമുക്ക് ജയദേവ കവിയുടെ ത്രസിപ്പിക്കുന്ന രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന അസാധാരണമായ ജീവിത കഥ അഷ്ടപതി എഴുതിയ ജയദേവ കവി. ആ ജയദേവ കവിയുടെ നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ജീവചരിത്രത്തിലൂടെ പോവുകയാണ്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതല്ല, എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് നേരിട്ട് വരാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. ഇവിടെ ദൂരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. പിന്നെ ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാനത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലേക്ക് വിളിച്ചാൽ തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീത കേൾക്കണം. അഷ്ടാവക്ര ഗീത കേൾക്കാതെ ഒരു ഹിന്ദുവിൻ്റെ ജീവൻ ഒരിക്കലും വെടിയരുത്. ഭഗവത്ഗീതയ്ക്കൊപ്പം നിൽക്കുന്നതും ഒരുപക്ഷെ ഭഗവത്ഗീതയേക്കാൾ ഒരടി മുന്നോട്ട് നിൽക്കുന്നതുമാണ് കൃഷ്ണന്റെ കഠിന ഭക്തനായ അഷ്ടാവക്രന്റെ അഷ്ടാവക്ര ഗീത. അത് കേൾക്കണം. അതുപോലെ കൃഷ്ണന്റെ പുനരവതാരമാണ് സാക്ഷാൽ ശ്രീബുദ്ധൻ. ആ ശ്രീബുദ്ധ ഭഗവാന്റെ ജീവിതകഥ ഞാൻ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങളത് അടുക്കിന് കേൾക്കണം. അതേ കണക്ക് തന്നെയാണ് രാധികാ കവചൻ 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട് അർത്ഥമറിഞ്ഞ് രാധികാ കവചൻ ചൊല്ലിയിട്ട് വേണം നിങ്ങൾ രാധാ സഹസ്രനാമം ചൊല്ലാനായിട്ടെങ്കിലേ പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ. പിന്നെ നിരവധി ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ഭക്തമീരയുടെ കഥ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും
ദിവസവും രാവിലെ കൃത്യമായിട്ട് മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ ഭഗവത്ഗീത ഒരു 2ാമത്തെ അധ്യായം വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നെ വിവരണങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒത്തുചേർന്നതാണ് ഈ ചാനലെന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് യാതൊരു ആപത്തും വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഇല്ലേ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, രാധാറാണിയുടെ ഗോലോക ഭക്തര്. ആ ഗ്രൂപ്പിനകത്തെ ഭക്തജനങ്ങൾക്ക് അവർ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വിവരണങ്ങൾ, എന്തെങ്കിലും പാടിയിട്ടാലൊക്കെ നമ്മൾ എൻ്റെ ഓരോരോ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തും. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, നിങ്ങൾക്ക് വളരെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. രാധേ രാധേ ചാനലിൻ്റെ രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പിൽ വളരെയധികം സജീവമായിട്ടുള്ള ആ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും വളരെ പ്രിയപ്പെട്ട വിജയ വൃന്ദാവനത്തിൽ പോയ അനുഭവം വളരെ ചുരുക്കി പറയാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ വളരെ ചുരുക്കി വൃന്ദാവനത്തിൽ പോയ അനുഭവം പറയുന്നുണ്ട്, അത് കേൾക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ളവർ നിങ്ങൾ ഏത് യാത്ര, വൃന്ദാവന യാത്ര എന്നല്ല, നിങ്ങൾ പളനി പോയിട്ടുണ്ടോ, കാഞ്ചീപുരത്ത് പോയോ, എവിടെ പോകുന്നു ആ ക്ഷേത്രത്തെക്കുറിച്ച് ചുരുക്കി ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 3 മിനിറ്റിനുള്ളിലാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതാണ്. എൻ്റെ ഗ്രൂപ്പിൽ അംഗമാകണമെങ്കിൽ എൻ്റെ 96453339 എന്ന നമ്പറിലേക്ക് വിളിക്കണം. പക്ഷേ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക, ആഡ് ചെയ്യാൻ. പക്ഷേ ഞാൻ വിളിച്ച് സംസാരിച്ച് ഇതിൻ്റെ നിയമങ്ങൾ പറഞ്ഞ് ഉറപ്പ് വരുത്തിയിട്ട് ആ ഗ്രൂപ്പിലേക്ക് കയറ്റൂ. കാരണം ആ ഗ്രൂപ്പിലുള്ളവർ കറ തീർന്ന രാധാഭക്തരായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അതിനകത്ത് കിടന്നില്ല സാധാരണ ഗ്രൂപ്പിലെ കണക്ക് വഴക്ക് ഉടക്കം ഇതൊന്നും നമ്മൾ അനുവദിക്കത്തില്ല. ഭക്തിയല്ലാത്ത ഒരു കാര്യവും അതിൽ പോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും അതിനകത്ത് ഇട്ടിരിക്കണം. ഒന്നുമില്ലെങ്കിൽ രാധേ രാധേ അടുപ്പിച്ച് 3 ദിവസം നിങ്ങൾ മെസ്സേജ് ഇട്ടില്ലെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ വിജയ അത് പറയുന്നത് കേൾക്കുക. വിജയയുടെ എവിടെ വൃന്ദാവനത്തിൽ പോയ അനുഭവം, ഇതുപോലുള്ള അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ രാധാറാണിയുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തരിക. ഞാൻ ഇതിനകത്ത് അത് ആ വീഡിയോ ഇടുന്നതായിരിക്കും. ശ്രീ രാധേ രാധേ. എല്ലാവർക്കും സാദര നമസ്കാരം. നമ്മുടെ ദിലീപ് സാറിൻ്റെ വീഡിയോ യാദൃശ്ചികമായി കണ്ട ഞാൻ രാധാഭക്തിയായി മാറി. വൃന്ദാവനം കാണണമെന്ന ആഗ്രഹവും നമ്മുടെ അമ്മ ആഗ്രഹം സാധിച്ചു തന്നു. എല്ലാം ഒരു അത്ഭുതം പോലെ. അവിടെ ദിവ്യവൃക്ഷങ്ങൾ ധാരാളമുണ്ട്. തെരുവുകളിൽ ഗോമാതാക്കൾ യഥേഷ്ടം സഞ്ചരിക്കുന്നത് കാണാം. ഞങ്ങളും ഗോമാതാക്കളും മുട്ടി ഉരുമിയാണ് ചിലയിടങ്ങളിൽ നടന്നു പോയത്. ഗോവർദ്ധനഗിരിയുടെ മുഖം അത്ഭുതപ്പെടുത്തി. അവിടുത്തെ ഓരോ കല്ലും അത്ഭുതം നിറഞ്ഞ കാഴ്ച തന്നെ. കൃഷ്ണ ഭഗവാനും ഏട്ടൻ ബലഭദ്രസ്വാമിയും മുട്ടിൽ നീന്തി നടന്ന നന്ദ കൊട്ടാരത്തിൽ നീന്തി നടന്നു. തൈർക്കുടവും കാണുകയുണ്ടായി. അവിടെ എല്ലായിടത്തും ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്നത് പോലെയാണ് ക്ഷേത്രങ്ങൾ. ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ ചെന്നപ്പോൾ ആദ്യം കണ്ട ഒരു ദിവ്യവൃക്ഷം സുധാമ ആണെന്ന് പറയപ്പെടുന്നു.
ആ വൃക്ഷത്തെ എല്ലാവരും കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഞാനും പ്രാർത്ഥിച്ചു. ഏകദേശം 10 മിനിറ്റിന് ശേഷമാണ് ഓടക്കുഴൽ നാദം ആ വൃക്ഷത്തിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞത്. ഒപ്പം മയിൽപ്പീലി തിങ്ങി നിറഞ്ഞ ഒരു പാടം സമുദ്രത്തിന്റെ അത്രയും വിസ്തൃതിയിൽ കാണാൻ കഴിഞ്ഞു. അനന്തമായി ഇപ്പോഴും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരോ പറഞ്ഞു മഹാദേവന്റെ കയ്യിലിരിക്കുന്ന ഡമരുവിന്റെ ശബ്ദവും ആ വൃക്ഷം കേൾപ്പിക്കുമെന്ന്. ഞാൻ വീണ്ടും ആ സുധാമ വൃക്ഷത്തെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ഡമരുവിന്റെ നാദം പെട്ടെന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഒറ്റ തവണ മാത്രമേ കേട്ടുള്ളൂ. തിരിച്ചു മുറിയിലെത്തിയപ്പോൾ മുറിയിലാകെ താമരപ്പൂവിന്റെ സുഗന്ധം. ഞാൻ ആദ്യമായിട്ടാണ് താമരപ്പൂവിന്റെ സുഗന്ധം അനുഭവിച്ചത്. ലളിതാ സഖിയുടെയും മറ്റു സഖിമാരുടെയും നൃത്തം ആ സമയം എനിക്ക് ആ കണ്ണിൽ കാണാൻ കഴിഞ്ഞു. മനസ്സിന്റെ ഭ്രമം ആണോ എന്ന് അറിഞ്ഞുകൂടാ. എല്ലാം രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം മുൻജന്മ സുഹൃതമായി കാണുന്നു. ഗുരുജനങ്ങളുടെ അനുഗ്രഹവുമായിരിക്കാം. സർവോപരി നമ്മുടെ ദിലീപ് സാറിന്റെ അനുഗ്രഹവുമായിരിക്കാം. രാവിലെ 8 മണിക്ക് തുറക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, കൃഷ്ണക്ഷേത്രം. അവിടെ നിന്ന് ഒരു പൂ പോലും കിട്ടിയില്ല. തിരക്ക് കുറഞ്ഞപ്പോൾ കാണിക്ക സമർപ്പിക്കാൻ ചെന്നു. അപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 പൂമാല കിട്ടി. അത് കഴുത്തിൽ അണിഞ്ഞുകൊണ്ടായിരുന്നു പിന്നീടുള്ള എൻ്റെ യാത്ര. ഒരു മാല സുഹൃത്തിനും കൊടുത്തു. അദ്ദേഹവും അത് കഴുത്തിൽ അണിഞ്ഞു. കൈ നിറയെ കുപ്പിവെള്ളം വാങ്ങിയിട്ടു. അത് കണ്ടിട്ട് രാധാറാണിയുടെ മകളാണെന്ന് ചിലർ സംബോധന ചെയ്യുകയുണ്ടായി. എനിക്ക് കിട്ടിയ ആനന്ദം വിവരിക്കാൻ വാക്കുകളില്ല. എല്ലാവർക്കും ആ ഹൃദയാനന്ദം അനുഭവിക്കാൻ രാധാകൃഷ്ണന്മാർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ രാധേ രാധേ. രാധേ രാധേ. അപ്പം നമ്മുടെ വിജയ അത് പറഞ്ഞത് കേട്ടല്ലോ. അഭിനന്ദനങ്ങൾ. നിങ്ങളും വൃന്ദാവന യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഇതുപോലെ ചുരുക്കി പറഞ്ഞു തന്നാൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശ്രാവണ മാസത്തിലെ 8ാമത്തെ ചന്ദ്രദിനം നന്ദഗോപർക്കും യശോദാമ്മയ്ക്കും അഴകുള്ള ഒരു കറുത്ത കുട്ടി ജനിച്ചിരിക്കുന്നു. ഈ വിവരം രാധാറാണിയുടെ ചെവികളിലെത്തി. അപ്പോൾ രാധാറാണി വിചാരിച്ചു. അതുപോലെ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. എനിക്ക് രാധാറാണി നേരിട്ട് ദർശനം തന്ന വീഡിയോ ഉണ്ട്. അതായത് രാധാറാണി എനിക്ക് ദർശനം തന്നേ എന്നാണ് ആ വീഡിയോയുടെ പേര്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോപ്പി ചെയ്തേക്കാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, അത് കേൾക്കണേ. അത് രാധാറാണി എനിക്ക് ദർശനം തന്ന വീഡിയോ നിങ്ങൾ കേട്ടാൽ അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ദർശനം കിട്ടുന്നതാണ്. അതേ കണക്ക് ഞാൻ പോയ ജന്മത്തെ എൻ്റെ കുഞ്ഞനുജത്തിയെ കണ്ടുപിടിച്ച വിധം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ പോയ ജന്മത്തെ ബന്ധങ്ങൾ കണ്ടെത്താൻ നിശ്ചയമായും സാധിക്കും. അതിന് എൻ്റെ 96453339 മെസ്സേജ് അയച്ചാൽ ലിങ്ക് അയച്ചു തരും. അപ്പൊ രാധാറാണി വിചാരിച്ചു വളരെ നന്നായി. കാരണം എന്തുകൊണ്ട്? യശോദ അമ്മ എത്ര നാളായി കുട്ടികളില്ലാതെ എങ്ങനെ വിഷമിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യമെങ്കിലും ഒരു കുട്ടി ജനിച്ചല്ലോ. അപ്പൊ ആർക്ക് സന്തോഷമായി? രാധാറാണിക്ക് സന്തോഷമാവുകയും രാധാറാണി പതിവ് രീതിയിൽ തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന് കുട്ടി ജനിച്ച് 6ാമത്തെ ദിവസം ഒരു ആഘോഷമുണ്ട്. അതിൻ്റെ പേരാണ് ഷഷ്ഠി ആഘോഷം എന്ന് പറയും. ഏതാണ്ട് നമ്മുടെ ഷഷ്ടിപ്ത പൂർത്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഒരു വാക്കാണ് ഷഷ്ടി. 6ാം ദിവസമാണിത് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാ വീടുകളും കൊടിതോരണങ്ങൾ കൊണ്ടങ്ങനെ അലങ്കരിച്ചു. വീടുകളിലെ വാതിലുകളിലൊക്കെ ചന്ദനം തേച്ചു. വീടുകളിലൊക്കെ പനിനീര് തളിച്ചു. എല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് യമുനയുടെ തീരത്തുള്ള ഒരു വലിയ ആൽമര ചുവട്ടിൽ എല്ലാവരും എത്തി. ആ ആലിൻ്റെ ചുവട്ടിലായിട്ട് ആൽത്തറയുണ്ട്. ആ ആൽത്തറയിൽ ആരൊക്കെ ഇരിക്കുകയാണ്? കുടുംബ പുരോഹിതൻ. അദ്ദേഹം ഒരു മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു.
കുടുമയുണ്ട്, തലയിലൊരു കെട്ടുമുണ്ട്. പിന്നെ പൂജ ചെയ്യാൻ വന്ന മറ്റ് ബ്രാഹ്മണ പുരോഹിതന്മാര്, ഗ്രാമമുഖ്യന്മാര്, ജ്യോതിഷികള്, ഈ ബ്രാഹ്മണ പുരോഹിതന്മാര് ജനിച്ചു വീണ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി അവരെന്ത് നടത്താൻ തുടങ്ങി? വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവിടെ ഹോമം നടത്താൻ തുടങ്ങി. ഇത് പങ്കെടുക്കാൻ, ഇത് കാണാൻ വേണ്ടി ആ വൃന്ദാവനത്തിലെ മുഴുവൻ ജനങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സമയം ജ്യോതിഷികൾ ഈ ജനിച്ച കുട്ടിയുടെ ജനന സമയം വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ജാതകം എഴുതുകയാണ്. ആ ജാതകം ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ആളുകൾ എല്ലാവരും ഭക്തി നിർഭരമായിട്ട് വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നടത്തുന്ന ഹോമത്തിൽ ഇങ്ങനെ പങ്കെടുക്കുകയാണ്. ഈ സമയത്ത് ജ്യോതിഷികളിൽ ഏറ്റവും മുതിർന്ന ജ്യോതിഷി എഴുന്നേറ്റു. അതോടുകൂടി എല്ലാം നിശ്ചലമായി. ആളുകൾ സംസാരമൊക്കെ നിർത്തി. എല്ലാവരും ജ്യോതിഷിയുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ജ്യോതിഷിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് കാതോർത്തു. ഘനഗാംഭീര്യം തുളുമ്പുന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി: വൃന്ദാവന നിവാസികളെ, നന്ദഗോപർക്കും യശോദാമ്മയ്ക്കും ജനിച്ച ഈ കുട്ടി ഇന്ന് 6-ാം ദിവസമായിരിക്കുകയാണ്. കേൾക്കുക, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ഭാഗ്യം ഉദിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഭാഗ്യം ഉദിച്ചിരിക്കുന്നു. വൃന്ദാവന നിവാസികളുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. പ്രിയപ്പെട്ട വൃന്ദാവന നിവാസികളെ, ഈ കുട്ടി മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമാകുന്നു. അപ്പൊ അവരെല്ലാം ജയ ജയ നാരായണ, ജയ ജയ നാരായണ, ജയ ജയ നാരായണ. അപ്പൊ ജ്യോതിഷി ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ചു. അപ്പൊ എല്ലാവരും ആ ജയ ജയ വിളിക്കുന്നത് ഒരു നിമിഷ നേരത്തേക്ക് നിർത്തി. അപ്പോൾ പറഞ്ഞു: ഇവിടെ തിന്മകൾ പെരുകിത്തുടങ്ങി, ഈ ലോകത്ത് തിന്മകൾ പെരുകിത്തുടങ്ങി. ആ തിന്മകളെ ഇല്ലാതാക്കി ഇവിടെ നന്മ സ്ഥാപിക്കാനാണ് ഇവൻ വന്നിരിക്കുന്നത്. അധർമ്മം ഇല്ലാതാക്കി ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവൻ വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് മനുഷ്യരൂപം പൂണ്ടിരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച അവതാരമാണിത്. ഇതാണ് പൂർണ്ണ അവതാരം എന്ന് പറയുന്നത്. ആളുകൾ വീണ്ടും പറഞ്ഞു: നാരായണ നാരായണ നാരായണ. ജനതയ്ക്ക് വല്ലാത്ത ആഹ്ലാദമായി. അപ്പൊ വീണ്ടും കൈ ഉയർത്തി കാണിച്ചു. ഒരു നിമിഷം എല്ലാവരും നിശബ്ദമായി. അപ്പൊ ജ്യോതിഷി പറഞ്ഞു: നോക്കൂ, ഇവൻ ധർമ്മം സ്ഥാപിച്ച് ചക്രവർത്തിയാകും. ചക്രവർത്തിയായിരിക്കും ഇവൻ, അല്ലെങ്കിൽ ചക്രവർത്തിക്ക് തുല്യനായിരിക്കും ഇവൻ. ഇവൻ 125 വർഷം ഈ ലോകം അവൻ ഭരിക്കും. ഈ ലോകത്തവൻ ധർമ്മം സ്ഥാപിക്കും. ഇത്രയുമായപ്പോ കുലഗുരു ശംഖെടുത്ത് ശക്തമായി ഊതി. അപ്പൊ കുലഗുരു പറഞ്ഞു: ആഹ്ലാദിക്കൂ, ആഹ്ലാദിക്കൂ വൃന്ദാവനത്തിലെ ജനങ്ങളെ, നിങ്ങൾ ആഹ്ലാദിക്കൂ. മഹാവിഷ്ണു അവതാരം പൂണ്ട് വന്നിരിക്കുകയാണ്. ജനങ്ങളും മതിമറന്നു. അവര് നൃത്തം ചവിട്ടി, അവര് പാട്ടുപാടി, ബാൻഡ് മേളങ്ങൾ മുഴങ്ങി. ഈ സമയത്ത് ജ്യോതിഷി കൈ കാണിക്കുന്നു ശബ്ദം നിർത്താൻ. ആര് കേൾക്കാൻ? എല്ലാവരും ആഹ്ലാദ നൃത്തം ചവിട്ടി. എങ്കിലും ജ്യോതിഷി തനിക്ക് പറ്റുന്ന തരത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു: ഇനി ഒരു കാര്യവും കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ പയ്യനുണ്ടല്ലോ, യശോദാമ്മയ്ക്കും നന്ദർക്കും ജനിച്ച ഈ ബാലൻ, ഇവന്റെ സാന്നിധ്യം മൂലം വൃന്ദാവനത്തിൽ സമർത്ഥമായി പാല് ലഭിക്കും, വൃന്ദാവനത്തിൽ സമർത്ഥമായി തേൻ ലഭിക്കും. അങ്ങനെ വൃന്ദാവനം ഐശ്വര്യ സമൃദ്ധമായി മാറും. ഈ ലോകം നിലനിൽക്കുവോളം കാലം വൃന്ദാവനത്തിന്റെ കീർത്തി നിലനിന്നിരിക്കും. വൃന്ദാവനത്തെ ഇവൻ ലോക പ്രശസ്തമാക്കി മാറ്റും. പക്ഷേ ഒരു കാര്യം,
16 വർഷത്തിൽ കൂടുതൽ അവൻ വൃന്ദാവനത്തിൽ നിൽക്കില്ല. പക്ഷേ ഈ പറഞ്ഞ അവസാന ഭാഗം ആരും കേട്ടില്ല. അവര് ബാൻഡ് മേളത്തിലും തകർപ്പൻ നൃത്തത്തിലും മുങ്ങി. അപ്പൊ അദ്ദേഹം വീണ്ടും വിളിച്ചു പറഞ്ഞു, 16 വർഷം മാത്രമേ ഇവൻ വൃന്ദാവനത്തിൽ കാണുകയുള്ളൂ. പക്ഷേ ആ ബാൻഡ് മേളത്തിൽ, ആ കോലാഹലത്തിൽ അത് മുങ്ങി. ജനമാകട്ടെ ആർത്ത് ഉല്ലസിച്ച് നൃത്തം ചവിട്ടി അവര് തെരുവീതികളിലൂടെ ആടിപ്പാടി ഈ കൊച്ചു കുഞ്ഞിന്റെ ജനനം, ഈ യശോദാമ്മയുടെയും നന്ദഗോപരുടെയും പുത്രന്റെ ജനനം അവരാഘോഷിക്കുകയാണ്. ഈ സമയത്ത് നന്ദഗോപർ വന്ന് ഈ പൂജ ചെയ്ത ബ്രാഹ്മണനെയും മുഖ്യ പുരോഹിതനെയും എല്ലാവരെയും നമസ്കരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പൂജ ചെയ്ത ബ്രാഹ്മണർക്കും ജ്യോതിഷികൾക്കും 2 ലക്ഷം സ്വർണം പൂശിയ കൊമ്പുള്ള വെളുത്ത പശുക്കളെ നൽകി. 2 ലക്ഷം. എന്നിട്ട് എന്ത് ചെയ്തു? ആ കൊമ്പില് ഒരു ചുവന്ന തുണി കൊണ്ട് ചുറ്റി മയിൽപ്പീലി തിരികി ചന്ദനം പൂശിയിരുന്നു. ഓരോ ബ്രാഹ്മണനും അതുപോലെ ഇത് പറഞ്ഞ ജ്യോതിഷികൾക്കുമെല്ലാം ചാക്ക് കണക്കിന് കൊയ്തെടുത്ത ധാന്യം നൽകി. അതുകൂടാതെ നന്ദഗോപർ എല്ലാവർക്കും സ്വർണ്ണ നാണയങ്ങൾ നൽകി, പിന്നെ വെള്ളി നാണയങ്ങൾ നൽകി. എന്നിട്ട് ഇന്ന് വരെ ഒരുത്തരും കണ്ടിട്ടില്ലാത്ത അതീവ സുന്ദരമായ വില പിടിച്ച ആഭരണങ്ങൾ ഇവർക്കെല്ലാവർക്കും നൽകി. എല്ലാവർക്കും വളരെ സന്തോഷമായി. എല്ലാ ബ്രാഹ്മണരുടെയും എല്ലാ ജ്യോതിഷികളുടെയും അവിടെ കൂടിയ എല്ലാ ഗ്രാമീണരുടെയും ഹൃദയം നിറഞ്ഞു കവിഞ്ഞു. ഈ സമയത്ത് ഗ്രാമമുഖ്യന്മാരും ഇടയ മുഖ്യന്മാരും സമ്മാനങ്ങളുമായിട്ട് എവിടെ എത്തുകയാണ്? നന്ദമഹാരാജാവിന്റെ അടുക്കൽ. എന്ന് മാത്രമല്ല, ഗോപികമാരെത്തി. കണ്ണന്റെ ഗോപികമാരെത്തി. അവര് നന്നായി അണിഞ്ഞൊരുങ്ങി, മുടിയിൽ മുല്ലപ്പൂ ചൂടി, അവര് കണ്ണെഴുതി, അവര് പൊട്ടുതൊട്ടു, അവര് ചുണ്ട് ചുവപ്പിച്ചിരുന്നു, അവര് വലിയ കമ്മലുകൾ ധരിച്ചിരുന്നു, കയ്യിൽ കുപ്പിവള ധരിച്ചിരുന്നു. അവരെല്ലാവരും ഈ മഹാവിഷ്ണുവിന്റെ അവതാരമായ കറുമ്പൻ കുഞ്ഞിനെ കാണാനെത്തി. അവർ വന്ന് യശോദാമ്മയെ നമസ്കരിച്ചു. എന്നിട്ട് യശോദാമ്മയോട് പറഞ്ഞു, ജയ് മാ യശോദ. അമ്മേ, അമ്മയുടെ മകൻ ഈ വൃന്ദാവനത്തെ സംരക്ഷിക്കട്ടെ, ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ, ഗോക്കളെ സംരക്ഷിക്കട്ടെ. ജയ് റാണി യശോദ, ജയ് മഹാദേവ. ഗോപികമാര് പരസ്പരം നൃത്തം ചവിട്ടാൻ തുടങ്ങി. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചില ഗോപികമാർ അടുത്തവരോട് പറഞ്ഞു, എന്തു ചന്തമാണ് ആ പയ്യന്, എന്തു ചന്തമാണ് ആ പയ്യന്, കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് മനോഹരമായ രൂപം, ഹൃദയം തുടിക്കുന്നത് പോലെ, എൻ്റെ ഹൃദയം തുടിക്കുന്നത് പോലെ. ഇത് കേട്ട് ഓരോ ഗോപികമാരും പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, എനിക്കും എൻ്റെ ഹൃദയം തുടിക്കുന്നത് പോലെ ആ ബാലനെ കണ്ടപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല, എന്തൊക്കെയോ സവിശേഷതകളുള്ള, എന്തൊരു ഐശ്വര്യമുള്ള ഒരു ബാലനാണ് എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ രാധാറാണിക്ക് 13.5 വയസ്സാണ്. ഈ 6-ാം ദിവസം എത്തുമ്പോൾ രാധാറാണിയുടെ വയസ്സ് 13.5 വയസ്സാണ്. അപ്പോൾ രാധാറാണി വിചാരിച്ചു, ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോണമല്ലോ, ഇതുവരെ രാധാറാണി ഒന്ന് പോയിട്ടില്ല, ആ കുഞ്ഞിനെ ഒന്ന് കാണണ്ടേ. അയൻ അവിടെ ഇല്ല, അയൻ ഈ ആഘോഷ തിമിർപ്പിന്റെ കൂട്ടത്തിലാണ്. അപ്പോൾ വിചാരിച്ചു, എന്തായാലും ഇന്നത്തെ ദിവസം പോയി കാണണം. അങ്ങനെ രാധാറാണി വില പിടിച്ച രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ലക്ഷ്മി മാതാവിൻ്റെ ആ ഒരു രൂപമെടുത്തു.
അത് അതിമനോഹരമായ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്, സംഭാവന കൊടുക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അതുമായിട്ട് നേരെ ആ യശോദാമ്മയുടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെയൊന്ന് ബഹളമാണ്. ആ ബഹളത്തിന്റെ ഇടയിലൂടെ യശോദാമ്മ കണ്ടു രാധാറാണി വരുന്നത്. അപ്പൊ യശോദാമ്മ പറഞ്ഞു, അരേ രാധാ, ആവോ ആവോ. രാധാറാണി ചെന്നതും യശോദാമ്മ വന്ന് കെട്ടിപ്പിടിച്ചു. ഓ, നീ എന്തൊരു സുന്ദരിയാണ്, നീ എന്തൊരു സുന്ദരിയാണ്. എവിടെ അയൻഗോപൻ, എവിടെ? ഞാൻ അവനെ കണ്ടില്ലല്ലോ, അവൻ എവിടെ പോയി? അപ്പോൾ പറഞ്ഞു, ഈ കൂട്ടത്തിൽ എവിടെയോ ഈ ആഘോഷക്കാരെ നിയന്ത്രിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ രാധാറാണി തൻ്റെ കയ്യിലിരുന്ന സമ്മാനം കൊടുത്തു. ആഹാ, നീ സമ്മാനവുമായിട്ടാണോ വന്നത്? ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ ആ പൊതി അഴിച്ചു കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ ലക്ഷ്മി ദേവിയുടെ ചിത്രം, വെട്ടിത്തിളങ്ങുന്ന ലക്ഷ്മി ദേവിയുടെ ചിത്രമല്ല, രൂപം, പ്രതിമ, അതും രത്ന കല്ലുകൊണ്ട് നിർമ്മിച്ചത്. അപ്പോൾ പറഞ്ഞു, ആ എന്ത് മനോഹരമായിരിക്കുന്നു, എന്ത് മനോഹരമായിരിക്കുന്നു. രാധേ, നീ ഒരു കാര്യം അറിഞ്ഞോ? അപ്പൊ രാധാറാണി ചോദിച്ചു, എന്താണ്? രാധയെ, ഞാൻ എൻ്റെ കുഞ്ഞിന് കൃഷ്ണൻ എന്ന് പേരിട്ടു. അവന് കൃഷ്ണവർണ്ണമല്ലേ, ഞാൻ അവന് കൃഷ്ണൻ എന്ന് പേരിട്ടു. അവൻ കറുത്തതാണ്. പക്ഷേ രാധേ, ആ കറുപ്പ് ഒരു തരം നീല കലർന്ന കറുപ്പാണ്. നോക്കൂ, അവനെ കാണാൻ എന്തൊരു ചന്തമാണെന്നറിയാമോ? മാനസ സരോവറിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര പോലെ സുന്ദരനാണവൻ. ശരിക്കും പറഞ്ഞ രാധേ, അവനെപ്പോലെ ഒരു സുന്ദരനായ കുഞ്ഞ് ഈ ഭൂമിയിൽ എങ്ങും ജനിച്ചിട്ടില്ല രാധേ, ഇനി ഒട്ട് ജനിക്കാനും പോകുന്നില്ല രാധേ. അപ്പോൾ രാധാറാണിയോട് യശോദാമ്മ പറഞ്ഞു, നോക്കൂ രാധേ, ഈ കൃഷ്ണൻ ചില്ലറക്കാരനല്ല. ഇവൻ ജനിച്ച 6 ദിവസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്താന്ന് നിനക്കറിയാമോ? ഇവൻ്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. ഞാനത് നിനക്ക് പിന്നീട് പറഞ്ഞു തരാം. നീ ആരോടും അത് പറയരുത് കേട്ടോ. ഒരു മനുഷ്യരോടും നീ പറയരുത്. അല്ല, നീ പറയത്തില്ല, എനിക്കതറിയാം. അയ്യോ, അതിരിക്കട്ടെ രാധേ, നീ ഇതുവരെ ആയിട്ടും എൻ്റെ കുഞ്ഞിനെ കണ്ടില്ലല്ലോ. ദേ നോക്ക്. അപ്പൊ തൊട്ടിലിൽ കിടക്കുന്ന കണ്ണനെ നോക്കി രാധാറാണി ഇങ്ങനെ നിന്നു. അപ്പൊ യശോദാമ്മ പറഞ്ഞു, ഇതാണ് എൻ്റെ മകൻ, ഇതാണ് എൻ്റെ മകൻ. രാധാറാണി നോക്കുകയാണ്. ഇവിടെ എന്തോ ഒരു നിഗൂഢതയുണ്ട്, കാരണം നന്ദഗോപര് നല്ല വെളുത്തിരിക്കുകയാണ്, നല്ല സുന്ദരനാണ്. യശോദാമ്മയാകട്ടെ നല്ല സുന്ദരിയാണ്. ഇത്രയും സൗന്ദര്യമുള്ള 2 പേർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കറുത്ത കുട്ടി ജനിച്ചത്? അതിനൊരു സാധ്യതയുമില്ല. ഇവിടെ എന്തൊക്കെയോ തിരിമറികൾ നടന്നിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, രാധേ, നീ ഇതെന്താണ് ആലോചിക്കുന്നത്? പെട്ടെന്ന് രാധാറാണിക്ക് ഒരു പരിസരബോധം വന്നു. രാധേ, നിനക്കെൻ്റെ കുഞ്ഞിനെ വേണ്ടേ? ഇതാ, നീയൊന്ന് പിടിച്ചേ, അവനെ ഒന്ന് എടുത്തേ. തൊട്ടിലിൽ നിന്ന് യശോദാമ്മ കൃഷ്ണനെ തന്റെ കൈകളിലെടുത്ത് രാധാറാണിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ആ വെച്ച നിമിഷം രാധാറാണിക്ക് തന്റെ ശരീരമാസകലം എന്തോ പടർന്ന് കയറുന്നത് പോലെ തോന്നി. ഒരു വിദ്യുത് പ്രവാഹം തന്നെ വലയം ചെയ്യുന്നത് പോലെ തോന്നി. രാധാറാണിയുടെ മാറിടം തുടിച്ചു, രാധാറാണിയുടെ ചുണ്ടുകൾ വിറച്ചു. രാധാറാണിക്ക് എന്തെന്നില്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇതെന്താണിത്? വെറും 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ തൊടുമ്പോൾ മാറിടം തുടിക്കുന്നു, ആധരങ്ങൾ വിറയ്ക്കുന്നു. അവനെ നെഞ്ചോട് ചേർക്കാൻ, വാരി പുണരാൻ, ഉമ്മകൾ കൊണ്ട് മൂടുവാൻ തോന്നുന്നു. 6 ദിവസം പ്രായമുള്ള
ഒരു കുഞ്ഞിനോട് തോന്നുന്ന വികാരമല്ല തനിക്ക് ഇവനോട് തോന്നുന്നത്. ഇവൻ ആരാണ്? എൻ്റെ ആത്മാവ് അവനുമായി ചേരുന്നത് പോലെ, ചേരാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ ഈ 6 ദിവസം മാത്രമുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന് ഈ 13-കാരിക്ക്, ഈ 13-കാരിയിൽ എന്തൊക്കെ വികാരങ്ങളാണ് സൃഷ്ടിക്കാൻ പറ്റുന്നത്? രാധാറാണി അമ്പരന്നു. അപ്പോൾ രാധാറാണി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവന്റെ കണ്ണുകൾ നിറയെ താനാണ്, അവന്റെ കണ്ണുകൾ നിറയെ താനാണ്, മറ്റൊന്നുമില്ല ആ കണ്ണുകളിൽ. ആ കണ്ണുകളിൽ രാധ മാത്രം, ആ കണ്ണുകളിൽ രാധ മാത്രം. ഈ കണ്ണുകൾ ഞാൻ കണ്ടതാണ്. ഉറക്കത്തിൽ വന്ന് എൻ്റെ കണ്ണൻ്റേതാണ്, എൻ്റെ കറുമ്പൻ്റേതാണ് ഈ കണ്ണുകൾ. ഈ കണ്ണുകൾ എൻ്റെ കറുമ്പൻ്റേതാണ്. തൻ്റെ ആത്മാവ് അവനിലേക്ക് അലിഞ്ഞു ചേരുന്നത് പോലെ, അവനിലേക്ക് അലിഞ്ഞു ചേരുന്നത് പോലെ. അതെ, ഞാൻ സ്വപ്നത്തിൽ കണ്ട എൻ്റെ പയ്യൻ, ഞാൻ സ്വപ്നത്തിൽ കണ്ട എൻ്റെ കണ്ണൻ, എൻ്റെ മാത്രം കണ്ണൻ, എൻ്റെ മാത്രം കണ്ണൻ, അയനെ നോക്കുകുത്തിയാക്കിയിട്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ കണ്ണൻ തന്നെയാണ്, എൻ്റെ കണ്ണൻ തന്നെയാണ്. എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വന്നവനാണ്, എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വന്നവനാണവൻ. രാധാജിക്ക് തൻ്റെ ബാഹ്യരൂപം അലിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നി. ആ സമയത്ത് മറ്റൊരു ശരീരം തന്നിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നത് പോലെ തോന്നി. അതെ, ഈ കയ്യിലിരിക്കുന്ന 6 ദിവസം പ്രായമായ കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ ഉയരുകയാണ്, കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ മുകളിലേക്ക് ഉയരുകയാണ്, ഉയർന്നു വരികയാണ്. അവിടെ മുഴുവനും ചന്ദനഗന്ധം, അതിമനോഹരമായ ചന്ദനഗന്ധം, അതിമനോഹരമായ പൂക്കള്. അങ്ങനെ ഉയർന്നു സൂര്യനെയും ചന്ദ്രനെയും കടന്നു. ദേവലോകം കടന്നപ്പോൾ പുഷ്പവൃഷ്ടി ഉണ്ടായി. അങ്ങനെ ഉയർന്ന് അതിമനോഹരമായ ഒരു ലോകത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു പർവ്വതം, ആ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ വന്നു നിന്നു. അപ്പോഴും ആ കുഞ്ഞ് അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ആ കുഞ്ഞിന്റെ ചുണ്ടുകൾ ചലിക്കുന്നത് പോലെ തോന്നി. യാവേ, ആ കുഞ്ഞിന്റെ ചുണ്ടുകൾ ചലിക്കുകയാണ്. രാധേ, പർവ്വതത്തിന്റെ 4 വശത്തു നിന്നും ആ വിളി വരുന്നത് പോലെ. ഇതെങ്ങോട്ടാണ്? കുഞ്ഞിവിടെ ഇരുന്ന് ചുണ്ട് ചലിക്കുന്നു, പക്ഷെ 4 വശത്തുനിന്നും രാധേ എന്നുള്ള വിളി വരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. അതേ, ഒരു സിംഹാസനത്തിൽ രാധാറാണി ഇരിക്കുന്നു. കൂടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. രാധാകൃഷ്ണന്മാരങ്ങനെ ഒന്നിച്ചിരിക്കുകയാണ്. അത്ഭുതകരമായ കാഴ്ച കണ്ടു. അപ്പോൾ ആ സമയത്ത് തൻ്റെ ചെവിയിൽ ആരോ പറയുന്നത് പോലെ, രാധേ, നിന്റെ കൈകളിൽ ഇരിക്കുന്നത് ഞാനാണ് രാധേ. നമ്മൾ ഗോലോകത്തെ രാധാകൃഷ്ണന്മാരാണ്. നിന്നെ കാണാൻ വേണ്ടി ഞാൻ വന്നതല്ലേ. നമുക്ക് പോകാം. കാലത്തെ നിശ്ചലമാക്കി നിർത്തിയിട്ടാണ് ഞാൻ വന്നത് നിന്നെയും കൊണ്ട്. പെട്ടെന്ന് താഴേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങുന്നത് പോലെ തോന്നി. ഭൂമിയിലേക്ക് കാല് വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നു. തൻ്റെ ശരീരത്ത് നിന്ന് എന്തോ ഒന്നിങ്ങനെ അകന്നു പോകുന്നത് പോലെ പോകുന്നു. തൻ്റെ കണ്ണൻ രാധാറാണി ഏതോ ഒരു സ്വപ്നലോകത്തിൽ എന്ന വണ്ണം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റേതാണ്. യശോദാമ്മയുടേതല്ല, എന്റേതു മാത്രം. സ്തംഭിച്ചുപോയി യശോദാമ്മ. അത് കേട്ടുകൊണ്ടിരുന്ന നന്ദഗോപർ സ്തംഭിച്ചു നിൽക്കുകയാണ്. അപ്പൊ രാധാറാണി വീണ്ടും കണ്ണനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇവൻ എന്റേതാണ്, യശോദാമ്മയുടേതല്ല. ഇവൻ എന്റേത് മാത്രം, എനിക്ക് വേണ്ടി മാത്രം ജനിച്ചത്. സ്തബ്ധരായി നിൽക്കുകയാണ് യശോദാമ്മ.
സ്തബ്ധരായിരിക്കുകയാണ് നന്ദഗോപൻ, സ്തബ്ധരായിരിക്കുകയാണ് നൃത്തം ചവിട്ടിയ ഗോപികമാര്, വൃന്ദാവനവാസികള് എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. ഇനി എന്ത്, ഇനി എന്ത്, ഇനി എന്ത്? രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാം.